ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. കിർക്കന്നൊമ്മിക്കടുത്തുള്ള പോർക്കലനിയമി. കഴിഞ്ഞ ആഴ്ച കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ഞങ്ങൾ അവിടെ പോയിരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ ട്രിപ്പാണ്. ഞാനങ്ങോട്ട് സൈക്കിൾ ചെയ്യാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. പോർക്കലനിയമിയിൽ പല പാർക്കിംഗ് സ്പോട്ട്സ് ഉണ്ട്. അതിൽ വീട്ടോ കന്നാസ് എന്ന പാർക്കിങ്ങിലാണ് ഞങ്ങൾ പാർക്ക് ചെയ്തത്. അവിടെ നിന്ന് ഞങ്ങൾ ചുവന്ന ട്രെയിൽ എടുത്തിട്ട് കോസ്കിലോ ലക്ഷ്യമാക്കി ആദ്യം പോയി. പിന്നീട് ലോക്കിയിലേക്ക് ചുവന്നതും മഞ്ഞയും ആയിട്ടുള്ള ട്രെയിൽ ഫോളോ ചെയ്തു. ലോക്കിയിൽ നിന്നും പിന്നെ മഞ്ഞ ലൂപ്പ് ട്രെയിൽ എടുത്തിട്ട് അവസാനത്തെ റെഡ് ട്രെയിലിൽ എത്തിച്ചേർന്നു. ആ റെഡ് ട്രെയിലിൻ്റെ അറ്റത്താണ് പാംസ്കത്താൻ എന്ന് നമുക്ക് എത്തേണ്ട സ്ഥലം. ഈ കോസ്കെലോ, ലൊക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പിംഗ് സ്ഥലങ്ങളാണ്. പോർക്കലനിയമിക്കും കിർക്കന്നൊമ്മിക്കും വളരെ വിചിത്രമായ ഒരു ചരിത്രമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യ ഈ സ്ഥലം മൊത്തം ഫിൻലൻഡിൽ നിന്നും ലീസിനെടുത്തു. ഇവിടുത്തെ ആളുകൾക്ക് ഒഴിഞ്ഞു പോകാൻ 10 ദിവസമാണ് സമയം കൊടുത്തത്. 1956 പിന്നീട് ഫിൻലൻഡിന് ഈ സ്ഥലം തിരിച്ചു കിട്ടിയത്. ഇവിടം റഷ്യയുടെ അധീനതയിലായിരുന്നപ്പോൾ അവർ ഇവിടെ മിലിറ്ററി ക്യാമ്പുകളും ബേസുകളും ഉണ്ടാക്കിയിരുന്നു. ആ സമയത്ത് ഇതിലൂടെ ട്രെയിനുകൾക്ക് പോകാമായിരുന്നെങ്കിലും ട്രെയിനകത്തുണ്ടാവുന്ന റഷ്യൻ സൈനികർ നമ്മൾ ജനൽ തുറക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുമായിരുന്നു. ലോക്കൽസ് ഇതിനെ ലോകത്തിലെ ഏറ്റവും വലിയ ടണൽ എന്നാണ് പറഞ്ഞിരുന്നത്. കോസ്കലോയിൽ കടലിലേക്ക് പോകാനായിട്ട് സ്റ്റെയർസ് ഉണ്ട്. ഞങ്ങൾ കുറച്ച് സമയം ആ സ്ഥലത്ത് ചെലവിട്ടു. ലോക്കി ക്യാമ്പിംഗ് ഏരിയയിൽ എത്തിയപ്പോൾ ഞങ്ങൾ സ്നാക്സ് കഴിക്കാനായിട്ട് ഒരു ബ്രേക്ക് എടുത്തു. പതിവ് പോലെ എല്ലാ ട്രെയിലുകളും നന്നായി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൽസ് എല്ലാം വളരെ ചെറുതാണ്. മൊത്തം ട്രെയിൽ ആകെ 5 കിലോമീറ്ററേ ഉള്ളൂ. അതുപോലെ തന്നെ പാർക്കിംഗ് സ്പേസുകളെല്ലാം ഈ ക്യാമ്പിംഗ് ഏരിയകളുടെയും അതുപോലെ സീനിക് ലുക്കൗട്ട് പോയിന്റ്സിൻ്റെയൊക്കെ വളരെ അടുത്താണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈൽഡ് ലൈഫിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ സൺസെറ്റ് കാണാൻ പറ്റും. ട്രെയിൽസ് ഫോളോ ചെയ്യാം. മൗണ്ടൻ ബൈക്കിംഗ് ചെയ്യാം. ഇങ്ങോട്ട് പോരുന്ന വഴിക്കും ഇവിടെ അവിടെ എവിടെയായിട്ടൊക്കെ നമുക്ക് മാനുകളെയും മൂസുകളെയും കാണാൻ പറ്റും. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ നമ്മളെ കാണുമ്പോൾ വളരെ സ്റ്റില്ലായിട്ട് അനങ്ങാതെ നിൽക്കും. അപ്പം നമുക്ക് ഈ ഷെയ്ഡിൽ ഇവരെ തിരിച്ചറിയാൻ കഴിയുകയില്ല. ഞങ്ങൾ പലയിടത്തായിട്ട് ആളുകൾ ടെൻ്റ് അടിച്ച് ക്യാമ്പ് ചെയ്യുന്നത് കണ്ടു. പാംസ്കത്താനിലേക്കുള്ള അവസാനത്തെ ചുവന്ന ട്രെയിൽ ഫോളോ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു വളരെ മനോഹരമായ സ്ഥലം ഞങ്ങൾ കണ്ടു. ആകെ മൊത്തം എക്സ്പീരിയൻസ് വളരെ മനോഹരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു.
ഇതാണ് പോർക്കലനിയമി പെനിൻസുലയുടെ അറ്റമായ പാംസ്കത്താൻ. പാംസ്കത്താനിലെ ലുക്കൌട്ട് പോയിന്റിൽ നിന്നും ഞാൻ താഴേക്ക് പോയി. അവിടെ ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ള ഒരു സീകളിനെയും അതുപോലെ മനോഹരിയായ ഒരു സ്വാനിനെയും കണ്ടു. ഈ മൗണ്ടൻ ബൈക്കേഴ്സിന്റെ അക്രമം കണ്ട് ഞാൻ കണ്ണു തള്ളിപ്പോയി. ആദ്യമായിട്ട് ഈ സ്ഥലം കണ്ടപ്പോൾ ഉണ്ടായ ഒരു അനുഭൂതി കാരണം ഞാനിവിടെ എന്തായാലും രണ്ടാമത് വരുമെന്ന് തീരുമാനിച്ചിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഞാനിവിടെ സൈക്കിൾ ചെയ്ത് തിരിച്ചെത്തി. അന്നത്തെ പോലെ തന്നെ ഇന്നും വളരെ മനോഹരമായൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആളുകൾ പിക്നിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായി. എന്നാലും ആരെയും ശല്യപ്പെടുത്താതെ എനിക്ക് ഡ്രോണൊക്കെ ഒന്ന് പറത്തി കളിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് പോർക്കലനിയമി. ഹെൽസിങ്കിയിൽ നിന്നും വെറും 2 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിയും. ഈ സ്ഥലത്തിനും വിട ചൊല്ലാൻ സമയമായി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.